സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ പറയുന്ന വലതുപക്ഷ സർക്കാർ ഭരണപക്ഷമായിട്ട് ഇലക്ഷന് ശേഷം സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തതിന് ശേഷം ആദ്യം വന്നൊരു കാര്യം എന്തായിരുന്നു? അതായത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെ ജനക്ഷേമ കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അത് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ ആന്റണി പറഞ്ഞൊരു കാര്യം നമ്മൾ കേട്ടതാണ്. എന്താണ് അന്ന് അദ്ദേഹം പറഞ്ഞത്? അതായത് സതീശൻ അടക്കമുള്ള ഈ പറയുന്ന യുഡിഎഫിന്റെ എല്ലാ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടും അവരുടെ തലമൂത്തപ്പനായിട്ടുള്ള കെ ആന്റണിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ പറയിപ്പിച്ചത് എന്താണ്? ഈ കേരളത്തിന്റെ പൊതുഖജനാവ് പൂച്ച പെറ്റ് കിടക്കുകയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഖജനാവിൽ ഒരു രൂപ പോലും ഇല്ല ഈ പറയുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് വലതുപക്ഷ സർക്കാരിന് ഒരു രൂപ പോലും നമ്മുടെ ഈ പൊതുഖജനാവിൽ ഇടാതെയാണ് LDF സർക്കാർ ഇവിടെ നിന്ന് ഭരണത്തിൽ നിന്ന് പിന്മാറിപ്പോയതെന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ എന്താണ് ശരിക്കും നടന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. നമ്മൾ പലപ്പോഴായിട്ട് അതിന്റെ വീഡിയോ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ വിവരാവകാശ രേഖകൾ പുറത്തു വരുന്ന സമയത്ത് നമ്മൾ കാണുന്നതും ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അതായത് UDF സർക്കാർ വീണ്ടും വീണ്ടും ഓരോ ദിവസമായിട്ട് ഓരോ കള്ളത്തരങ്ങൾ പറയുന്നു എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ കള്ളത്തരങ്ങൾ? ഒന്ന്, ഈ പെൻഷൻ എന്ന് പറയുന്നൊരു കാര്യം അതെല്ലാവർക്കും 3000 രൂപയാക്കി കൊടുക്കാമെന്ന് UDF സർക്കാർ അവരാദ്യമേ വരുന്നതിന് മുൻപ് തന്നെ ആദ്യത്തെ ക്യാബിനറ്റ് യോഗം കൂടിയതിന് ശേഷം ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. എന്നാൽ എത്ര രൂപയാണ് അവരുടെ പെൻഷൻ തുകയാക്കി കൂട്ടിയിട്ടുള്ളത്? വെറും 2000 രൂപ മാത്രം അല്ലേ? അതായത് എന്താണോ പിണറായി സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നത് അതേ സെയിം ആയിട്ടുള്ള ഒരു എമൗണ്ട് തന്നെയാണ് ഈ പറയുന്ന UDF സർക്കാരും കൊടുക്കാൻ പോകുന്നത്. രണ്ട്, ആശമാര് ഇത്രയും നാളും നമ്മൾ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്രയും കാലം അതായത് 265 ദിവസങ്ങൾക്ക് മുകളിൽ 8 മാസങ്ങൾക്ക് മുകളിൽ ഈ ആശമാര് ഈ സെക്രട്ടറിയേറ്റിന്റെ മുന്നിൽ കുടില് കെട്ടി സമരമൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവരെ പരിഗണിക്കാതെ അല്ല അവരെ നോക്കുക പോലും ചെയ്യാതിരുന്ന പിണറായി സർക്കാർ അങ്ങനെ ഇരിക്കുന്ന ഒരു സർക്കാരിനെ മറികടന്നുകൊണ്ട് പുതിയൊരു സർക്കാർ പ്രാബല്യത്തിൽ വന്നപ്പോൾ അല്ലെങ്കിൽ പുതിയൊരു സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ അവരാദ്യം പരിഗണിച്ചത് അവരെ തന്നെയാണ്. അതൊരു നല്ല കാര്യം തന്നെയാണ്, അതിന് നമുക്കൊന്നും കുറ്റം പറയാനില്ല. പക്ഷേ അന്ന് ഈ പറയുന്ന ആശമാരുടെ സമരം, ഇപ്പൊ ഞാനിത് പറയുമ്പോൾ പലരും പറയുന്നത് 3000 രൂപ അവർക്ക് കൂട്ടി കൊടുത്തിട്ടുള്ളൂ, അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന 9000 രൂപ 8000 രൂപയാണ് ഇടതുപക്ഷ സർക്കാർ ആക്കി കൊടുത്തിട്ടുള്ളത്. പണ്ട് UDF സർക്കാരായിട്ടുള്ള ചാണ്ടി സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് 1000 രൂപയായിരുന്നത് ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം അതിനെ 8000 രൂപയാക്കി മാറ്റി. ഒരു എക്സ്ട്രാ ആയിട്ട് 7000 രൂപ ആഡ് ചെയ്തിട്ട് 8000 രൂപയാക്കി മാറ്റി. എന്നാൽ ഇപ്പോൾ UDF സർക്കാർ വരുമ്പോൾ 3000 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3000 രൂപ കൊടുത്തത് വലിയൊരു കാര്യമായിട്ട് പറയുന്ന കുറേ ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3000 രൂപയാക്കി കൊടുത്തപ്പോൾ ആശമാരുടെ ഒരു തലവൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടെ ഏറ്റവും ഒരു പ്രതിനിധി എന്നൊക്കെ പറയുന്ന മിനി എന്ന് പറയുന്ന ഒരാളായിരുന്നു. ആ മിനിക്ക് ഏറ്റവും കൂടുതൽ മിനിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് 3000 രൂപ കിട്ടിയതൊന്നുമല്ല, പിണറായി സർക്കാർ ഇവിടെ നിന്ന് തോറ്റുപോയതാണ്. നമുക്കറിയാം ആശമാരുടെ കാര്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ വലിയൊരു ക്യാമ്പയിൻ എന്നോണം ഇവരെല്ലാവരും ഇറങ്ങി തിരിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. പല വീടുകളിൽ കയറിയിട്ടും പിണറായി സർക്കാരിന് അല്ലെ പിണറായി വിജയന്റെ പാർട്ടിക്ക് വോട്ട് കൊടുക്കരുതെന്നായിരുന്നു അവർ പറയുന്നത്. പിണറായി വിജയന്റെ പാർട്ടി എന്ന് പറയുമ്പോൾ ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസം, ആ പാർട്ടിയെ ഈ നാട്ടിൽ നിന്ന് വേരോടെ പിഴുതെറിയണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഉറച്ച ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മിനിയും സംഘവും എല്ലാം PR സംഘം എന്ന് തന്നെ നമ്മൾ അവരെ വിളിക്കണം. അതായത് ഈ പിണറായി സർക്കാരിൻ്റെ അടുത്ത് അവർ മുന്നോട്ട് വെച്ച ആശയം 100 രൂപ കൂട്ടാനോ 200 രൂപ കൂട്ടാനോ ഒന്നും ആയിരുന്നില്ല. 21,000 രൂപയാക്കി കൊടുക്കണം. അതായത് 7000 രൂപ കൂട്ടിയ ആ സർക്കാരിൻ്റെ അടുത്ത് തന്നെ പറയുകയാണ് 21,000 രൂപയാക്കിയിട്ട് ഞങ്ങൾക്ക് ഓണറേറിയം തരണം. എന്നാൽ അത് നടപ്പിലാക്കാൻ പറ്റില്ല. സമ്പദ് വ്യവസ്ഥ തകരാറിലാവും അല്ലെ പ്രതിസന്ധിയിലാകും എന്നുള്ളത് കൊണ്ട് തന്നെയും പിണറായി സർക്കാർ പറഞ്ഞത് അത് നടപ്പിലാക്കാൻ പറ്റില്ല, വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വെച്ചിരുന്നതാണ്. പിന്നീട് ഒന്നും ചെയ്യുന്നില്ല. ഇവരുടെ കടുംപിടുത്തം കാരണം ഒന്നും കിട്ടാതെ പോയ സമയത്ത് ഇപ്പോൾ UDF സർക്കാർ വന്ന സമയത്ത് 3000 രൂപ കൂട്ടി അവർക്ക് കിട്ടിയപ്പോൾ അവർ സന്തുഷ്ടരാണ്. അവർക്ക് ഒരു പ്രശ്നവുമില്ല, അവരതിൽ ഹാപ്പിയാണ്. അത് അന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട വ്യത്യാസം, 21,000 രൂപ കിട്ടിയാലേ ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല, ഇവിടെ തന്നെ കുടിൽ കെട്ടി ഇവിടെ തന്നെ താമസിച്ച് ഇവിടെ തന്നെ വെച്ചും കുടിച്ചുമൊക്കെ കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് കരഞ്ഞ ആളുകളാണ്. വെറും 3000 രൂപ കിട്ടിയപ്പോൾ അതിൽ എഗ്രീഡ് ചെയ്തിട്ട് അത് ഓക്കെയാണ്, ഞങ്ങൾക്ക് 3000 രൂപ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പിണറായി വിജയനെ ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റി എന്നുള്ളൊരു മനഃശാന്തി കൊണ്ട് വീട്ടിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു PR ടീമിൻ്റെ ഒരു കാര്യം നമ്മൾ കണ്ടു. പിന്നീട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എല്ലാവർക്കും കിട്ടുമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിലും ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു നയവുമായിട്ടൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ വെറും പ്രഖ്യാപനങ്ങളാണ്. അത് നടപ്പിലാക്കാൻ വരുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും നടപ്പിലാക്കുമെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നീടെന്ന് പറയുമ്പോൾ എന്നാണ്? പലതും ഇവർ പ്രഖ്യാപനങ്ങൾ നടത്തുക മാത്രമേ ഉള്ളൂ, കല്ലിടുക മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ചെയ്യുന്നത് ആരാണോ അടുത്ത് വരുന്ന പാർട്ടി, ആ ആളുകളായിരിക്കും മിക്കപ്പോഴും ചെയ്യാറുള്ളത്. അങ്ങനെയാണ്
നാളിതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയായിരിക്കും. അത് നമ്മൾ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. ഒരുപാട് ഇംപ്ലിമെൻറ്റേഷൻ മനസ്സിലുള്ള, ഒരുപാട് ഐഡിയാസ് ഉള്ളൊരു നല്ല നേതാവ് തന്നെയാണ് അയാൾ എന്നുള്ളൊരു കാര്യത്തിൽ, അതായത് വി ഡി സതീശൻ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. എന്തായാലും ഞാൻ കണ്ടൊരു വാർത്ത ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പൊതുഖജനാവ് പൂച്ച പറ്റി കിടക്കുകയാണെന്ന് പറഞ്ഞ എ കെ ആന്റണിയുടെ ഒരു പ്രസ്താവനയെ തള്ളുന്ന രീതിയിൽ തന്നെയാണ് വിവരാവകാശ കണക്ക് വന്നിരിക്കുന്നത്. ട്രഷറിയിലെ കണക്കെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചാനലിൽ ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയാണ്. കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. അധികാരത്തിലേറുമ്പോൾ ക്യാഷ് ബാലൻസായി ട്രഷറിയിലുള്ളത് 5429 കോടി രൂപ. ട്രഷറിയിലുള്ള പണത്തിന്റെ കണക്ക് തെളിയിക്കുന്ന വിവരാവകാശ രേഖയുടെ പകർപ്പ് റിപ്പോർട്ടുണ്ട്. ഈ മാസം 1-ാം തീയതി വരെയുള്ള കണക്കാണിത്. സർക്കാർ ധവളപത്രം പുറത്തിറക്കാനിരിക്കെയാണ് കണക്ക് പുറത്തുവരുന്നത്. ഹരിമോഹൻ, ധവളപത്രം പുറത്തു വരുന്നതിന് മുമ്പ് പുറത്തു വന്ന പ്രധാനപ്പെട്ട കണക്കാണ് ഇത്. നിഷേധിക്കാൻ ഇനി ധവളപത്രത്തിന് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം, അല്ലേ ഹരി? അരുൺ, തീർച്ചയായിട്ടും ആദ്യം തന്നെ കെ എൻ ബാലഗോപാൽ, അതായത് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ ഈ വിമർശനങ്ങൾക്ക് തന്നെ ഒരു മറുപടി പറഞ്ഞിരുന്നു. മറുപടി പ്രകാരം 6300 രൂപയാണ് ലിക്വിഡ് മണിയായി ഖജനാവിൽ ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. 6300 അല്ല, പക്ഷെ കൃത്യമായ കണക്ക് വിവരാവകാശ രേഖകൾ പ്രകാരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 5429 രൂപ ക്യാഷ് ബാലൻസ് ആയി കേരളത്തിന്റെ ഖജനാവിൽ LDF സർക്കാർ ഇറങ്ങുന്ന സമയത്ത് UDF സർക്കാർ അധികാരത്തിൽ ഏറുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് പഴയ സർക്കാർ പുതിയ സർക്കാരിന് കൈമാറിയത് 5429 രൂപ ക്യാഷ് ബാലൻസ് ആണ്, അതായത് ലിക്വിഡ് മണിയാണ് എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ കെ എൻ ബാലഗോപാൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിശദീകരണവും നടത്തിയിരുന്നു. അതായത് ഈ സംസ്ഥാനത്ത് പാപ്പരായ ഒരു അവസ്ഥയിലാണ്, അതുകൊണ്ട് ഉടൻ തന്നെ ഉള്ള വലിയ പദ്ധതികളൊന്നും പ്രതീക്ഷിക്കരുത് എന്നുള്ള കാര്യം എ കെ ആന്റണി അടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്തിരുന്നു. അതിനൊരു മറുപടി എന്ന നിലയ്ക്കാണ് നേരത്തെ കെ എൻ ബാലഗോപാൽ പറഞ്ഞത് ലിക്വിഡ് മണിയായി ഇത്ര പണമുണ്ട്. അത് കൂടാതെ തന്നെ ഈ സാമ്പത്തിക വർഷം ധനകാര്യ കമ്മീഷന്റെ വിഹിതത്തിൽ 10,000 കോടിയുടെ വർധനവുണ്ടാകും. അങ്ങനെ മൊത്തത്തിൽ ഒരു 30,000 കോടി രൂപയുടെ അധിക റിസോഴ്സസ് ഖജനാവിൽ എത്തും എന്നുള്ളതായിരുന്നു നേരത്തെ മുൻ ധനമന്ത്രി LDF സർക്കാരിന്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന കെ എൻ ബാലഗോപാൽ പറഞ്ഞത്. അപ്പോൾ സംസ്ഥാനം പാപ്പരാണ് എന്നുള്ള വാദം പൂർണ്ണമായി തള്ളിക്കൊണ്ടായിരുന്നു കെ എൻ ബാലഗോപാൽ അന്ന് ഈ കണക്കുകളൊക്കെ തന്നെ വിശദീകരിച്ചത്. ആ കണക്കുകൾ ഇപ്പോൾ ഏറെക്കുറെ അതിൽ ഔദ്യോഗികമായി, അല്ലെങ്കിൽ ധനവകുപ്പിൽ നിന്നുള്ള വിവരാവകാശ മറുപടി എന്നുള്ള നിലയ്ക്ക് തന്നെ ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് പറയാൻ കഴിയും. അതിന്റെ രേഖകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അത് പ്രകാരം 5429 രൂപ ലിക്വിഡ് മണിയായി തന്നെ കേരളത്തിന്റെ ഖജനാവിലുണ്ട്. അതായത് സംസ്ഥാനം പാപ്പരായ അവസ്ഥയിലല്ല എന്നുള്ളത് കൂടിയാണ്. ധവളപത്രം ഇറക്കാനിരുന്നത് കേരളത്തിന്റെ ധനസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഒരു വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമേ അതിലുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ 5423 കോടി രൂപ എന്നുള്ളത് മറച്ചുവെക്കാൻ ഇനി ധവളപത്രത്തിനും കഴിയില്ല. 5429 കോടി രൂപയാണ് ഈ മാസം തുടങ്ങുമ്പോൾ സംസ്ഥാനത്തെ ട്രഷറിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ എ കെ ആന്റണി സാറേ, നിങ്ങൾ കളിച്ച കളികളെല്ലാം പാളിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ സൈഡിൽ നിന്നും നിങ്ങൾ കളിക്കുന്ന ഓരോ കളികളും പാളിക്കൊണ്ടിരിക്കുകയാണ്. വിവരാവകാശ രേഖ എല്ലാ പൗരന്മാർക്കും എടുക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം നിങ്ങൾ മറന്നു കാണും. എല്ലാ കാര്യങ്ങളും നല്ല ക്ലിയർ ആയിട്ട് കൃത്യമായിട്ടൊക്കെ പഠിച്ച് ചെയ്യുന്ന നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് പാളിപ്പോയി. റിപ്പോർട്ട് ചാനലിൻ്റെ ആളുകൾ വിവരാവകാശ രേഖ എടുക്കുന്നു. ആ രേഖ എടുത്തതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വാർത്ത കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുകയല്ലേ എന്തായിരുന്നു ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കി വെച്ചിട്ട് പോയതെന്നും എന്തൊക്കെയായിരുന്നു കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്നും. ഈ രണ്ട് ഇരട്ടത്താപ്പുകളാണ് ഇവിടെ തെളിയുന്നത്. ഒന്ന്, എ കെ ആന്റണി അടക്കമുള്ള ആളുകൾ വന്നിട്ട് പറഞ്ഞത് പൊതുഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അടുത്ത ദിവസം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് പിന്നീടുള്ള 2ാമത്തെ ദിവസം തന്നെ അദ്ദേഹം ഒരു വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം ഇറക്കി. അതായത് എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് നല്ല സഹായം, അതായത് പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ഇവർക്ക് ആശമാർക്കുള്ള ഫണ്ട് കൊടുക്കുന്നു, പിന്നീട് ബാക്കിയുള്ള അനുബന്ധ കാര്യങ്ങളുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ വീടുകൾ മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് 3 കോടി വെച്ച് കൊടുക്കുന്നു. ഇതെല്ലാം നടന്നതൊക്കെയും പൊതുഖജനാവിൽ നിന്നാണ്, അല്ലാതെ വി ഡി സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാനായിട്ടൊന്നും അയാളുടെ ഇല്ല. എന്നല്ല, അയാൾ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. പൊതുഖജനാവിൽ നിന്ന് തന്നെ അയാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും എമൗണ്ടൊക്കെ കൊടുത്തിട്ട്, ഇത്രയും എമൗണ്ടുകളെല്ലാം എടുത്തിട്ട് ആ പൊതുഖജനാവിൽ പൂച്ച പറ്റി
കിടക്കുകയാണെന്ന് പറയാനായിട്ട് ലേശമെങ്കിലും ഉളുപ്പില്ലേ എന്നുള്ളൊരു കാര്യം ഞാനിവിടെ ചോദിക്കുകയാണ്. ഇതിൽ കൂടി നമ്മൾ കാണുന്നത് ഈ പറയുന്ന യുഡിഎഫിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അവരുടെ അകത്ത് ആ പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്ന നാടകങ്ങളും കള്ളക്കളികളുമൊക്കെയാണ്. ഇതിനെല്ലാം ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് പല ചാനലുകളും ഇതിനൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഇടതുപക്ഷത്തിനെതിരെയാണ് നിലകൊള്ളുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്ന ഓരോ നല്ല പ്രവർത്തികളെയും വളരെ മോശമാണെന്ന് കാണിച്ചുകൊണ്ടും പിണറായി വിജയന് എന്താ പറയുക ഒരു ഭീകര സത്വം എന്നുള്ളൊരു രൂപം കൊടുത്തുകൊണ്ടും അയാളെ എല്ലാവരുടെയും മുന്നിൽ ഒരു ഭീകരനായിട്ടൊക്കെ വെച്ചുകൊണ്ടൊക്കെയാണ് ഇവരെല്ലാവരും മെഴുകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കരുണാകരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മകൾ വന്നിട്ട് പറയുന്നൊരു കാര്യം നമ്മൾ കണ്ടതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ശരിക്കും ഒരു ഭീകര സ്വഭാവമുള്ള ഒരാളൊന്നും അല്ല. അയാൾക്കൊരു സ്വഭാവമുണ്ട്, മോശം സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിനെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ അത്രയും വൃത്തികെട്ടവനൊന്നുമല്ല. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുള്ള, എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യനാണെന്നുള്ളത് കരുണാകരൻ്റെ മകൾ തന്നെ പറയുകയുണ്ടായി. അതിൽ കൂടുതൽ നമുക്കൊന്നും അറിയേണ്ടതായിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുത്ത് എല്ലാ കാലത്തും എല്ലാവരെയും നല്ല രീതിയിൽ നോക്കിയിട്ടുള്ള ഒരു സർക്കാരിനെ വളരെ മോശപ്പെട്ട രീതിയിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയിട്ടുള്ള പോരാട്ട നാടകങ്ങളെല്ലാം അല്ലെങ്കിൽ അങ്ങനെയുള്ള നാടകങ്ങൾക്കെല്ലാം ഇവിടെ തിരശ്ശീല വീണിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള അനുബന്ധ വിഷയങ്ങളിലുള്ള കൂടുതൽ തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കട്ടെ. ഇതെല്ലാം പുറത്തു കൊണ്ടുവരാനായിട്ട് റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ആളുകൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അന്ധമായിട്ട് ഒരു പാർട്ടിയിലും വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് തോന്നും. എന്നാൽ അതിൻ്റെ തെളിവ് സഹിതം പുറത്തു വരുമ്പോൾ നമുക്ക് പിന്നീടൊന്നും മാറ്റി പറയാൻ പറ്റിയില്ലെന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ പല ആളുകൾക്കും ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടാവാം. എന്തായാലും വരും ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങൾ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ബൈ.